ഭഗവത്ഗീതയുടെ ശ്രീകൃഷ്ണൻ എന്ന കൗൺസിലറെ അടയാളപ്പെടുത്തുന്ന വ്യാസരുടെ ഒരു വരി എന്നല്ല, ഒരൊറ്റ വാക്യം. പ്രഹസൻ ഇവ. പ്രഹസൻ എന്ന് പറഞ്ഞാൽ ചിരിക്കുക. ഹസ് ചിരിക്കലാണ്. സുഹാസിനി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചിരിക്കുന്നവൾ. പ്രഹസൻ, ഭഗവാൻ പ്രഹസൻ ചിരിക്കുന്നവനാണോ? അല്ല, അവിടെ ഒരു ഇവയുണ്ട്. എന്താ ഈ ഇവ? ചിരിക്കുന്നവനെ പോലെ, എന്നല്ല, ചിരിക്കുന്നവനെ പോലെ ഒരു സ്മൈൽ. എന്ത്? ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് ഇദ്ദേഹത്തിനൊരു പുഞ്ചിരിയാണ്. ആ പുഞ്ചിരിയാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത്. ഏതായാലും പ്രഹസൻ, ചിരിക്കുന്നവനെ പോലെ. എന്തുകൊണ്ടാണ് അങ്ങനെ ആ ചിരി? ഇതൊന്നും തന്നെ അർജുനൻ ഈ പറഞ്ഞതൊന്നും ലവലേശം താൻ അറ്റാച്ച്ഡ് ആയിട്ടില്ല, ഇതിൽ ഉൾക്കൊണ്ടിട്ടില്ല. മാറി നിന്ന് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ എന്താന്ന് പറയുക, ഈ കൗൺസിൽ ചെയ്യുന്നവര് നമുക്കറിയാം, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുമായിരിക്കാം. ഈ ഒരു സ്ത്രീ പതിവായി വന്ന് അവരുടെ ദുഃഖങ്ങളും പരാതികളും ഇതൊക്കെ പറഞ്ഞ കൗൺസിലർ അവസാനം ഇവരോട് വലിയ അനുകമ്പയായി. എന്നിട്ട് അവർ തമ്മിൽ വിവാഹം കഴിച്ചു. അത് 6 മാസം കഴിഞ്ഞപ്പോൾ അത് പിരിഞ്ഞു. കാരണം എന്താണ്? അദ്ദേഹം കൗൺസിലർ ആവാൻ ഒട്ടും യോഗ്യനല്ല. അപ്പൊ ഇതില് നമ്മൾ ഈ കേൾക്കുന്ന ആൾ അതിൽ അറ്റാച്ച്ഡ് ആയാലോ? അതുകൊണ്ട് കൃഷ്ണൻ ഒരു തരത്തിലുള്ള അറ്റാച്ച്മെന്റും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഋഷികേശനും നമ്മളോട് അത്തരത്തിലൊരു അറ്റാച്ച്മെന്റും ഉണ്ടാവില്ല.